നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. വന്നിട്ട് കുറേ ആയോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുകയെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ കോമൻറ്റിൽ ചോദിച്ചിരുന്നു. പറയാം. വളരെ സിമ്പിളാണ്. വന്നിട്ട് കുറേ നേരമായോ എന്നല്ല ഉദ്ദേശിക്കണേ. അപ്പോൾ കുറേ നേരത്തിന് എന്താ പറയുക, ടൈം എന്നൊന്നും പറയണ്ട. ഹാവ് യു ബീൻ ഹിയർ ഫോർ ലോങ് അങ്ങനെ പറഞ്ഞാൽ മതി. വന്നിട്ട് കുറേ നേരമായോ, ഇത് നേരിട്ട് ട്രാൻസ്ലേഷനൊക്കെ ഉപയോഗിച്ച് ഓരോരോ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാടായിരിക്കും. അപ്പോൾ ഈ സെൻറ്റൻസ് ഒരു മോഡൽ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ പല സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനിത് പറയാം, ഹാവ് യു ബീൻ ഹിയർ ഫോർ ലോങ്. ഈ BEN അമേരിക്കയിലൊക്കെ ബിൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ചിലവർ ബീൻ എന്ന് തന്നെ പറയും, ചിലർ ബിൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ബിൻ എന്ന് പറയാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻ എന്ന് പറയാം. ഹാവ് യു ബീൻ ഹിയർ ഫോർ ലോങ്. ഇവിടെ വന്നിട്ട് കുറേ നേരം ആയോ എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. എന്നാൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത സെൻറ്റൻസ് സ്വയം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണേ. ക്ലാസ് തുടങ്ങിയിട്ട് കുറേ നേരം ആയോ എങ്ങനെ പറയും? അപ്പോൾ നേരത്തെ സെൻറ്റൻസ് എങ്ങനെയാണ്? ഹാവ് യു ബീൻ ഹിയർ ഫോർ ലോങ് അല്ലേ? അവിടെ ഹാവ് വെച്ച് തുടങ്ങാൻ കാരണം ഹാവ് യു വന്നുകൊണ്ടാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് കുറേ നേരം ആയോ എന്ന് പറയാൻ ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് ദ ക്ലാസ് ബിഗാൻ. ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് ദ ക്ലാസ് ബിഗാൻ. ഓക്കെ, കുറച്ച് പാടായോ? തുടക്കം എപ്പോഴും നമ്മൾ ഹാവ് യു ബിൻ, നിങ്ങൾ വന്നിട്ട് കുറേ സമയമായോ എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം തുടങ്ങിയിട്ട് കുറേ നേരം ആയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാസ് ഇറ്റ് ബീൻ എ വൈൽ. വൈൽ എന്ന് വെച്ചാൽ ഇത്തിരി സമയം. ഹാസ് ഇറ്റ് ബീൻ എ വൈൽ എന്ന് വെച്ചാൽ കുറച്ച് സമയമായോ. എന്ത് തുടങ്ങിയിട്ട്? സിൻസ് ദ ക്ലാസ് ബിഗാൻ. ക്ലാസ് തുടങ്ങിയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് സിൻസ് ദ ക്ലാസ് ബിഗാൻ. മനസ്സിലായോ? അടുത്തത് പറയാം, വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് കുറേ നേരമായോ. ഈ സെൻറ്റൻസ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ? എപ്പോഴാണ് പുറപ്പെട്ടെ? അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടാന്നൊക്കെ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് കുറേ ആയോ എങ്ങനെ പറയും? സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസ് പോലെ തന്നെ. ഹാസ് ഇറ്റ് ബീൻ എ വൈൽ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്. സിൻസ് യു ലെഫ്റ്റ് ഹോം. ഈ ലെഫ്റ്റ് ഹോം എന്ന് പറയാൻ കാരണം എന്താ? ലെഫ്റ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റിന് ലെഫ്റ്റ് അല്ല. നമ്മൾ ലീവ്, ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുക, പുറപ്പെടുക എന്ന് പറയാൻ ലീവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ലേ? അപ്പോൾ പുറപ്പെട്ടിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റ് ടെൻസ് ലെഫ്റ്റ്. ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് യു ലെഫ്റ്റ് ഹോം. അപ്പോൾ ഹാസ് ഇറ്റ് ബീൻ എ വൈൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ട് അങ്ങനെയാണ് സെൻസ് വരിക. പക്ഷേ നീ വന്നിട്ട് കുറേ ആയോ എന്ന് ചോദിക്കാൻ ഹാവ് യു ബീൻ ഹിയർ ഫോർ ലോങ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. അവനെ കണ്ടിട്ട് കുറേ ആയോ എങ്ങനെ പറയും? അപ്പോൾ ഒരു സംഭവമാണല്ലേ, ആ സംഭവം നടന്നിട്ട് കുറേ ആയോ എന്ന് ചോദിക്കണേ. അപ്പോൾ എങ്ങനെ പറയാം? ഹാസ് ഇറ്റ് ബീൻ എ വൈൽ. എന്ത് സംഭവിച്ചിട്ട്? നീ അവനെ കണ്ടിട്ട്. സിൻസ് യു മെറ്റ് ഹിം. ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് യു മെറ്റ് ഹിം. ഓക്കെ, എന്തെങ്കിലും കഴിച്ചിട്ട് കുറേ ആയോ അങ്ങനെ ചോദിക്കും. പട്ടിണി കോലം കണ്ടിട്ട് നമ്മളൊക്കെ ചോദിക്കില്ലേ, നീ കഴിച്ചിട്ട് കുറേ ആയോ, എന്താ നിൻ്റെ കോലം ഇങ്ങനെ? ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് യു ലാസ്റ്റ് എയ്റ്റ് സംതിങ്. കുറേ കാലമായിട്ടൊന്നും കഴിക്കാത്ത പോലെ ഉണ്ടല്ലോ, നീ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നേരമായോ. അപ്പോൾ ഹാസ് ഇറ്റ് ബീൻ എ വൈൽ എന്ത് സംഭവിച്ചിട്ട്? നീ അവസാനമായി ഭക്ഷണം കഴിച്ചിട്ട്. സിൻസ് യു ലാസ്റ്റ് എയ്റ്റ്, പാസ്റ്റ് ടെൻസ്. സിൻസ് യു ലാസ്റ്റ് എയ്റ്റ് സംതിങ്, അവസാനമായി എന്തെങ്കിലും കഴിച്ചിട്ട്. സിൻസ് യു ലാസ്റ്റ് എയ്റ്റ് സംതിങ്. ഇനി വേറൊരു സെൻറ്റൻസ് പറയാം. കുറേ ആയോ ഇവിടേക്ക് മാറിയിട്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളല്ലേ, അതിന് പറയാം കുറേ ആയോ ഇങ്ങോട്ട് മാറിയിട്ട് എന്ന് പറയില്ല നമ്മൾ. എവിടെയെങ്കിലും നമ്മൾ അപ്രതീക്ഷിതമായി നമ്മൾ പരിചയക്കാരെല്ലാം കാണുമ്പോൾ ഇവിടെയാണോ കുറേ ആയോ ഇങ്ങോട്ട് മാറിയിട്ട് അങ്ങനെ പറയും. സെയിം രീതി തന്നെ. ഹാസ് ഇറ്റ് ബീൻ എ വൈൽ എന്ത് സംഭവിച്ചിട്ട്? നിങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട്. അതെങ്ങനെ പറയും? സിൻസ് യു മൂവ്ഡ് ഹിയർ. ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് യു മൂവ്ഡ് ഹിയർ. ഇനി കുറേ കാലമായോ എന്ന് ചോദിക്കുന്നതിന് പകരം എത്ര കാലമായി എന്ന് ചോദിക്കണമെങ്കിലോ, എത്ര കാലമായി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും. എത്ര കാലമായി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ ലോങ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. അപ്പോൾ നമ്മൾ ആളെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചു കുറേ കാലമായോ ഇങ്ങോട്ട് മാറിയിട്ട്. എങ്ങനെ? ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് യു മൂവ്ഡ് ഹിയർ. എത്ര കാലമായി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. എത്ര കാലമായി നിങ്ങളിവിടെ ആയിട്ട്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. ഈ സെൻറ്റൻസ് ഒരു വീട് മാറിയ ആളുടെ അടുത്ത് മാത്രമല്ല, നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു കമ്പനിയിൽ നമ്മുടെ പണ്ടത്തെ ഒരു സുഹൃത്തിനെ കാണുന്നു. നീ ഇവിടെയാണോ വർക്ക് ചെയ്യണേ? എത്ര കാലമായി ഇവിടേക്കായിട്ട്? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്യണു. അപ്പോൾ എത്ര കാലമായി നിങ്ങളിവിടെ. നിങ്ങൾ ഇവിടെ ആയത് നിങ്ങളുടെ വീട് ഇവിടെ ആയിരിക്കാം, നിങ്ങളുടെ ജോലി ഇവിടെ ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അവിടെയൊക്കെ ഇതേ സെൻറ്റൻസാണ്, ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ. ഇനി നീ ഇവിടെ എത്ര കാലം ഉണ്ടാവും അതെങ്ങനെ ചോദിക്കും? ഇപ്പോൾ ബാങ്കിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് വന്നതായിരിക്കും. ഇനി നീ ഇപ്പോൾ എപ്പോൾ പോവും
അടുത്തൊരു ട്രാൻസ്ഫർ കിട്ടുമോ അതോ എത്ര കാലം ഇവിടെ ഉണ്ടാവും അങ്ങനെ ചോദിക്കില്ലേ, അതിങ്ങനെ വരിക. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ. അപ്പോൾ ആരാ വരിക? വിൽ. ഹൗ ലോങ് ഹാവ് യു ബീൻ അല്ല, വിൽ യു ബി ഹിയർ. എത്ര കാലം നീ ഇവിടെ ഉണ്ടാവും? ഹൗ ലോങ് വിൽ യു ബി ഹിയർ. എത്ര കാലം നീ ഇവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദിക്കും. ഹൗ ലോങ് ഡു യു പ്ലാൻ ടു സ്റ്റേ ഹിയർ. ഇവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നത് എത്ര കാലമാണ്? ഹൗ ലോങ് ഡു യു പ്ലാൻ ടു സ്റ്റേ ഹിയർ. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് എന്നാൽ തിരിച്ചു പോകുന്നത് അല്ലേ. ഗൾഫിലൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാവരും മുറ തെറ്റിക്കാണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്നാൽ തിരിച്ചു പോകുന്നത്. അങ്ങനെ ചോദിക്കും. അടുത്ത് ഇനി ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തായാലും ചോദിച്ചു കേട്ടോ. അതെങ്ങനെ ചോദിക്കാമെന്ന് വെച്ചാൽ വെൻ ആർ യു റിട്ടേണിങ് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വെൻ ഡു യു പ്ലാൻ ടു റിട്ടേൺ അങ്ങനെ ചോദിക്കാം. അപ്പോൾ വെൻ ആർ യു റിട്ടേണിങ് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരുന്നോ? നിങ്ങൾ ചോദിച്ച കമൻസിലെ കുറേ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കണു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ചോദ്യം ചോദിക്കാം, അതിൻ്റെ ഉത്തരം നിങ്ങൾ കോമൻസിൽ എഴുതും. കഴിഞ്ഞ ബസ് പോയിട്ട് കുറേ നേരം ആയോ? ഒരു ബസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ ബസ് കുറേ നേരം മുമ്പ് പോയതാണെങ്കിൽ അടുത്ത ബസ് ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ ബസ് ലാസ്റ്റ് ബസ് പോയിട്ട്, ലാസ്റ്റ് ബസ് എന്ന് വെച്ചാൽ അന്നത്തെ ലാസ്റ്റ് ബസ് അല്ല കേട്ടോ, അതിന് മുമ്പത്തെ ബസ് പോയിട്ട് കുറേ നേരമായോ ഇങ്ങനെ ചോദിക്കും. കോമൻസിൽ എഴുതും കേട്ടോ. ഒരു ചോദ്യം കൂടിയുണ്ട്. എത്ര കാലമായി നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ ചോദിക്കും. ഈ 2 കാര്യങ്ങളും കോമൻസിൽ എഴുതും കേട്ടോ. ഞാനൊരു ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നുണ്ട്. കോഴ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോമൻസിൽ ഒരു ഫോം ഉണ്ടാവും, അതിൽ ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം. എൻ്റെ ഇമെയിൽ ഐ ഡിയും താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.